അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, പാറ്റൂർ രാധാകൃഷ്ണന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ? എൻ ഡിയിലേക്ക് ചായുമോ? അതല്ല രാവിലെ തന്നെ ശിവൻകുട്ടി മിനിസ്റ്ററെ കാണാൻ വന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? ഇടതുചേരിയിൽ ഉറച്ചു നിൽക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ അരുൺകുമാർ അദ്ദേഹം ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. അദ്ദേഹം പറയുന്നത് തന്നെ വാർഡിൽ ജയിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്, അവരുടെ എല്ലാം പിന്തുണയിലാണ് താൻ വിജയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതിനുശേഷം മാത്രമേ അല്ലെങ്കിൽ അവരോടെല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമേ താൻ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. തനിക്ക് ഈ വാർഡിനകത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുപാട് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഒരു സൗഹൃദം പുതുക്കുക, തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ശേഷം അവരോടൊക്കെ സംസാരിക്കുക എന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇവിടത്തേക്ക് എത്തിയതെന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലെത്തി മന്ത്രിയെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി അടുത്തത് വിജയകുമാർ, തിരുവനന്തപുരത്തെ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. വിജയകുമാറിനെ കാണുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ VM സുധീരൻ ഇവിടെ ജില്ലയിലുണ്ട് എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തെയും നേരിൽ പോയി കാണും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പത്മകുമാർ അടക്കമുള്ള JR പത്മകുമാർ അടക്കമുള്ള നേതാക്കളെയും BJP നേതാക്കളെയും താൻ കാണും എന്നുള്ള കാര്യം പറഞ്ഞു. താൻ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹി ആയതുകൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് നേതാക്കളുമായി നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അവരോടെല്ലാം ഒരു സൗഹൃദപരമായി ഈ വാർഡിലെ ജയത്തിന് ശേഷം കാണുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പാറ്റൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ BJP കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ തേടി അല്ലെങ്കിൽ തേടും തുടങ്ങിയിട്ടുള്ള വാർത്തകളെല്ലാം വരുന്നതിനിടയിലാണ് പാറ്റൂർ രാധാകൃഷ്ണനുമായി BJP നേതാക്കൾ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെടാൻ വേണ്ടി പോകുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകളും ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പാറ്റൂർ രാധാകൃഷ്ണൻ എത്തിയത്. അപ്പോൾ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി BJP കോർപ്പറേഷൻ ഭരിക്കുമോ ഇല്ലയോ എന്നറിയാൻ. വിഴിഞ്ഞമാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു വാർഡ്. അവിടെ സ്ഥാനാർത്ഥി മരിച്ചതുകൊണ്ട് വിഴിഞ്ഞത്ത് ഇലക്ഷൻ നടന്നില്ല. അപ്പോൾ വിഴിഞ്ഞത്ത് ഇലക്ഷൻ നടന്നാലും NDക്ക് വലിയ സാധ്യത ആ വിഴിഞ്ഞം വാർഡിൽ കാണുന്നില്ല. കാരണം അവിടെ ന്യൂനപക്ഷ വോട്ടുകളാണ് കൂടുതൽ. ഒന്നുകിൽ അത് UDF-നെ പിന്തുണയ്ക്കും, അതല്ലെങ്കിൽ LDF-നോടൊപ്പം നിൽക്കും. അതുകൊണ്ട് വിഴിഞ്ഞത്ത് തിരഞ്ഞെടുപ്പ് നടത്തി ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുത്ത് ഭരണം പിടിക്കാമെന്നുള്ള പ്രതീക്ഷയില്ല NDAക്ക്. പക്ഷേ 6 മാസം സമയമുണ്ട്. 6 മാസത്തിനിടയിൽ നിങ്ങൾ അവിടെ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി, ഫ്ലോർ ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് VV രാജേഷിനെ മുന്നിൽ നിർത്തി മേയറായി തുടരും BJP. ആദ്യം ഭരണം പിടിക്കും, അതിനുശേഷം പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണ കിട്ടുമെന്നാണ് ആത്മവിശ്വാസം. അതല്ലെങ്കിൽ ഇളക്കിയെടുക്കാനാണോ പാട്?